ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് റേസിംഗ് 3D ആട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഗോഡ്സിലൻ്റെ ചലഞ്ച് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. പല വീഡിയോസിൽ നമുക്ക് കാണാം ഗോഡ്സിലനെ. അപ്പോൾ ഗോഡ്സിലൻ്റെ ചീറ്റ് കോഡ് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അതിനായിട്ട് ഞാൻ ഇവിടെ RGS ടൂൾ എന്നുള്ളൊരു ആപ്പാട്ടോ ഗൈസ്. ഈ ആപ്പിൽ നമുക്ക് ഇൻ്റർനെറ്റ് പ്ലഗ് ആനിമൽസ് ഇതൊക്കെ കിട്ടിട്ട് ഗൈസ്. നമുക്ക് ഞാൻ ഇതിൽ ഗോഡ്സിലൻ്റെ മൂഡുണ്ട്. നമുക്ക് അതിന് ആഡ്സ് കാണണം കേട്ടോ. ഈ പരസ്യം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഗൈസ് ഫൈനലി പരസ്യം തുറന്നു. നമുക്കിത് കോപ്പി ചെയ്യട്ടോ. അതിൻ്റെ ലിങ്ക് നമുക്കിവിടെ കാണാം. അതും കോപ്പി ചെയ്യണം. എന്നിട്ട് നമുക്ക് നേരെ ഇന്ത്യൻ ബൈക്ക് റേസിംഗ് എടുക്കട്ടോ. ഇന്ത്യൻ ബൈക്ക് റേസിംഗ് ഇവിടെ ചലഞ്ചിൽ ഇപ്പോൾ ഒന്നുമില്ല. നമുക്കിനി ഗോഡ്സിലൻ്റെ ചലഞ്ച് വെക്കാട്ടോ. അതായത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോകണം. ഇന്ത്യൻ ബൈക്ക് റേസിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കൊന്ന് ബാക്ക് അടിച്ചെടുക്കട്ടോ. നിറച്ച് പരസ്യസ് ഉണ്ടാവും. അങ്ങനെ ഫൈനലി നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുകട്ടോ. നമ്മൾ ഇൻ്റർനെറ്റിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതാവാൻ കാത്തു നിൽക്കട്ടോ. നമുക്ക് തിരക്കും ഗൈസ് ഒന്ന് ചുറ്റിക്കാക്കട്ടോ. കുറേ കാലമായി നമ്മുടെ നാട് ചുറ്റിക്കാക്കാൻ. നമ്മളങ്ങനെ ഇടിച്ചിട്ട് ഞങ്ങൾ പണ്ട് ഡ്രൈവിങ്ങിൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇടിച്ചാലും നമ്മൾ എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാരാട്ടോ. ഡോറൊക്കെ അടിച്ചു. നമുക്കിനി പോകുന്നത് ഈ പ്ലെയിനാണ്. നമുക്ക് ഈ പ്ലെയിനിൽ പോകാം. ഇപ്പോൾ എത്ര ആയി ഗൈസ്? ഇപ്പോൾ 4:17 ആയിട്ടുള്ളൂ. നമ്മൾ നല്ല ഫാസ്റ്റ് ആട്ടോ. നമുക്കിനി നേരെ ജുറാസിക് പാർക്ക് കൊണ്ട് പോകാം. ഗസ് പ്ലെയിനിലാണ് നല്ലതാണ്. നമുക്ക് ജെറ്റ് എടുക്കട്ടോ. ജെറ്റല്ല ഗസ്, സോറി, നമുക്ക് സൂപ്പർ ജെറ്റ് പാക്ക് എടുക്കാം. സ്പീഡിൻ്റെ അല്ലാട്ട് ഗൈസ് ഇത്. എന്നാലും നമുക്ക് കറക്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് താത്തും ചെയ്യാം, പൊതിച്ചും ചെയ്യാം. സ്പീഡ് ഇത് ഒരേത് തോന്നിക്കും. ഗൈസ് നമ്മളിവിടെ ഒരു വീട് കിട്ടും. എന്താ ഗൈസ് ഇവിടെ ഒരു സ്പെഷ്യൽ മാജിക് സ്പേസ് ഓപ്പൺ ഡോർ ഗ്ലാസ്സാ തോന്നുന്നു. ഗൈസ് നമ്മളെ പോയത് ലൈഫ് പോയിട്ടോ. നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പോൾ 3 ആയിട്ട് ഗൈസ് 2 ആവാനായി. നമ്മൾ ജെറ്റ് പാക്ക് പോയിട്ടു. നമ്മൾ ഈ വെള്ളം ഐസ് ആയിക്കോട്ടാ. ആദ്യം തണുപ്പ് കാലമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഐസ് കഴിഞ്ഞ് മരിച്ചാണ്ട് ഒരു 2 ദിവസം തോന്നുന്നു. അതിന് ചൂടുകാലം എന്തായാലും ആവാതിക്കില്ല. നമുക്ക് 777 അടിക്കാം. ഇതെടുത്ത് പോകട്ടെ ഗൈസ്. നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാം. നമ്മളെ വീട്ടിലേക്ക് പോകാനുണ്ട്. നമ്മളെ ഓൾഡ് ഹൗസൊക്കെ വന്നിരിക്കുന്നത്. നമ്മളെ വീട് ഇവിടെ എടുത്താട്ടോ ഗൈസ്. നമ്മൾ എടുത്താണ് വീട് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് അടിച്ചുകൊണ്ട് നേരെ പോയിട്ട് നമ്മളെ വീട്. ഗൈസ് ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മളെ കാർ ഇടിച്ചിട്ടോ. നമ്മളെ കാട്ടി ഇങ്ങനെ ഇരിക്കും ഗൈസ്. നമ്മളെ കാട്ടി വണ്ടികളൊക്കെ പ്രതികാരം നോക്കിട്ടോ. നമ്മളെ ബൈക്ക് വരെ പൊട്ടി തെറിച്ചു ഗൈസ്. എന്നാലും നമ്മളെ വീടെത്തിട്ടോ. നമ്മളെ വീട്ടിലേക്ക് നമുക്ക് സ്നൈപ്പർ ഇട്ടേക്കാം. ഗൈസ് നമ്മളെ വീട് ഇവിടെ ഇതാട്ടോ ഗൈസ്. നമ്മളെ വീട് ഗൈസ് അവിടെ ബുള്ളറ്റ് നടത്തിയാൻ വേണ്ടിയിട്ട് സ്ക്രാച്ച് ഉണ്ടല്ലോ. ഗൈസ് ബ്ലാക്ക് കളറ് കാണട്ടെ നമുക്ക്. ഇനി ഗൈസ് നമ്മൾ പേസ്റ്റ് ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യണം. ഗൈസ് ഇൻ്റർനെറ്റിന് ഒരു 30 മിനിറ്റ്സ് കൂടെ ഉള്ളൂ.
ഗൈസ് അങ്ങനെ ഒരു പരസ്യം വന്നിട്ട് നമ്മൾ ബുഗാട്ടി എടുത്തപ്പോൾ നമുക്കിനി ബുഗാട്ടി ഡ്രൈവ് ചെയ്ത് പോകാം. ഓക്കെ അങ്ങനത്തെ ഒരു ബൈക്കും അടിച്ചാണ് നമ്മൾ പോയത്. ഓക്കെ കാറാളിടിച്ച ആൾക്കാർ കൊണ്ട് പറ്റിയിട്ട് ബൈക്ക് ജസ്റ്റ് തട്ടിയത്തിന് പാസഞ്ചർ തുറച്ചാൽ പോകുന്നത്. കാറ് നമ്മൾ പൊട്ടി തുറച്ചാലും ഒരു ചുക്കുണ്ടാവത്തില്ല ഗൈസ്. അങ്ങനത്തെ പവർഫുൾ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളെ വീട്ടിലേക്ക് നമ്മളെ ബുഗാട്ടി എടുത്ത് ഇവിടെ എത്തിട്ടോ. ഗൈസ് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോകണം. ഈ എത്ര സെക്കൻഡായി നമുക്ക് നോക്കണ്ട. മിക്കവാറും ഗൈസ് അത് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ റെഡിയായി. നമുക്കിനി ബാക്ക് അടിച്ച് നോക്കട്ടോ. നമുക്കിവിടെ റൺ ടു ബോയി എന്നുള്ളൊരു പരസ്യം കിട്ടി ഒരു ഗെയിമിൻ്റെ. ഓ ഗൈസ് ചലഞ്ചിൽ ഗോഡ്സിലൻ്റെ മൂഡ് വന്നിട്ടോ. നമുക്കതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഗോഡ്സിലൻ്റെ മൂഡാട്ടോ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് ഗോഡ്സിൽ എവിടെയെന്ന് നമുക്കറിയില്ല. ഒരു നമ്മളെ റൈറ്റ് നേരെ പോകുമ്പോഴേക്കാണ് നമുക്ക് കിട്ടല് തോന്നണം. നമുക്ക് അങ്ങോട്ട് പോണ്ടീനെ പോകുമ്പോൾ ഗൈസ് ഇൻഫ്ലുവൻസ് ലൈഫ് ആക്കട്ടോ. ഈ ഗോഡ്സിലൻ്റെ ഒരു ചോപ്പിൻ്റെ നമ്മൾ ചോവും. ഓ ഗൈസ് അവിടെ ഗോഡ്സിലനെ നമ്മൾ കണ്ടു. നമ്മൾ ഡ്രോണൊക്കെ ഓണൊക്കെ റെഡിയൊക്കെ വെച്ചുകൊണ്ട് ഡ്രോണിൽ നമുക്ക് അതിൻ്റെ ലൈവ് കാണാം. ഗൈസ് ഇൻഫ്ലുവൻസ് ലൈഫ് ആക്കിയിട്ട് നമുക്ക് ഇനി പോകാം. നമ്മൾ ഗോഡ്സിലൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ഗോഡ്സിൽ നമ്മളെ കണ്ട കഴിഞ്ഞാൽ സ്പീഡ് കേട്ടോ. നമ്മളില്ലാതെ സ്പീഡാണ്. നമ്മളൊക്കെ വെട്ടിച്ച് പോകുകയാണ്. ഗോഡ്സിന് മുന്നിൽ ഞാൻ ഗോഡ്സിലിൻ്റെ ഇടച്ചു കൂടെയാണ് പോട്ടെ. ഓ ഗൈസ് ഗോഡ്സിൽ നമ്മളെ കണ്ടിട്ടോ. ഗോഡ്സില് നമ്മളെ പിന്നാലെ വരുന്നുണ്ട്. വണ്ടി ചുമരി പൊടിച്ചിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈഫ് ആക്കിയോണ്ട് നമുക്കൊന്നും പഠിച്ചിട്ടില്ല. ഗോഡ്സിൽ വരുമ്പോൾ തന്നെ നമ്മളെ കാറിനെ മാക്സ് സ്പീഡ് തോന്നിട്ടു. ഗൈസ് ബൈക്ക് എടുക്കുന്നതായിട്ട് സേഫ്. പക്ഷെ ഗോഡ്സിൽ വരുമ്പോൾ നമ്മൾ ബ്രേക്കല്ല ഗൈസ് വീടിൻ്റെ ഉള്ളിൽ കയറ്റുണ്ടാകും കാറ്. അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈഫ് ആക്കിയോണ്ട് നമുക്കൊന്നും പറ്റിച്ചില്ല കേട്ടോ. നമ്മളെ കാർ അവിടെ ക്രാഷ് നമുക്ക് വേറെ അടുത്ത വണ്ടി സ്പോണാ കേട്ടോ. ഈ ഗോഡ്സിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 7-7 ആയിരിക്കാം. നമ്മൾ ബൈക്ക് കിട്ടുന്നുണ്ട്. നല്ല ബൈക്കാവട്ടെ ഗൈസ്. സ്പീഡൊക്കെ ഉള്ള ബൈക്കാണ്. ഗോഡ്സിലോട്ട് ഗൈസ് നമ്മളെ ബാക്കിൽ നമുക്ക് ഗോഡ്സിലെ ഫുൾ മുഖം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ പിന്നാലെ വന്നിട്ടോ. നമുക്ക് ബൈക്ക് അകത്തേക്ക് വെച്ചു. ഗൈസ് അങ്ങനെ ഗൈസ് ഗോഡ്സിലെ കാണുന്നില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെ ഷെയർഡോസൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡോണും അടിച്ചില്ല. നോക്കാം. ഓ ഗൈസ് അത് നമ്മളെ വീടിൻ്റെ മേലെ വട്ടം കറങ്ങുക കേട്ടോ. ഇത് നോക്ക് ഗോഡ്സിലെ നമ്മളെ വീടിൻ്റെ മേലെ കിടന്ന് വട്ടം കറങ്ങുക. ഗൈസ് ഞാൻ ഡ്രോണൊക്കെ ഒന്ന് ഓഫാക്കി നമുക്ക് ധൈര്യമായി ഒന്ന് കടക്കട്ടോ. എവിടെ ഗൈസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി എണീച്ച് നോക്കട്ടോ. ഓ ഗോഡ്സിൽ ചാടി ഗൈസ്. ഓ നോ ഗൈസ് ഇത് നോക്ക് ഗോഡ്സിലിൻ്റെ നഖം നല്ല പവർഫുള്ളാട്ടോ. ഗോഡ്സില എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ ബൈ.